തൃക്കരിപ്പൂരിലേക്ക് ഒന്ന് പോകണം. അവിടെ പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. സാരംഗ് സുരേഷ് ഉണ്ട് അവിടെ. ബൂത്ത് ഏജന്റ് നായ്ക്കുരണ പൊടി പ്രയോഗം ആരോപിക്കുന്നു. സാരംഗ്, ഇത് 80കളിലും 90കളിലും ഒക്കെ സംഭവിക്കാറുള്ള, പിന്നീട് അന്യം നിന്ന് പോയി എന്ന് വിചാരിച്ച ചില സംഗതികളാണ്. അതൊക്കെ വീണ്ടും ഉണ്ടാവുകയാണോ? അഭിലാഷ്, തൊട്ടു മുൻപുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഈ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെ നായ്ക്കരണപ്പൊടി UDF പ്രവർത്തകർക്ക് നേരെ ആരോപിച്ചു എന്ന ആരോപണം വ്യാപകമായി ഉയർന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഒരു വനിതാ നേതാവിന് നേരെ, വനിതാ ബൂത്ത് ഏജന്റായിട്ടുള്ള മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള രതില എന്ന വനിതാ ബൂത്ത് ഏജന്റിന് നേരെ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഈ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ള ഒരു ആരോപണം ഉണ്ടാകുന്നത്. അവരെ ഇപ്പോൾ തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 UDF നേതാക്കൾക്ക് നേരെയും ഇപ്പോൾ നമ്മളുള്ളത് കാസർഗോഡ് ചെർക്കുള ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇവിടെ ഈ രീതിയിൽ ഇപ്പോൾ വോട്ടർമാരും സുരക്ഷാ സേനയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നതാണ്. വോട്ട് ചെയ്തതിന് ശേഷം വോട്ടർമാർ സ്കൂൾ കെട്ടിടത്തിന് വോട്ട് ചെയ്തതിനു ശേഷം വോട്ടർമാർ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോകാത്തത് ഇവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. അത് പിന്നീട് വാക്കുതർക്കത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി സമവായം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വോട്ടർമാർ ഇപ്പോഴും ഇവിടെ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ തയ്യാറാവുന്നില്ല. ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടതിനെ തുടർന്നാണ് സുരക്ഷാ സേന ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അത് ചോദ്യം ചെയ്തത്. ശരി, വലിയ കാര്യമുള്ള കാര്യമല്ല.